നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2025 ജൂലൈ മാസത്തെ അനിഴ നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കാം. അനിഴ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വൃശ്ചിക്കൂറാണ്. വൃശ്ചിക്കൂറുകാർക്ക് 7ാം ഭാവത്തിൽ നിന്നിരുന്ന വ്യാഴം 8ാം ഭാവത്തിലേക്ക് മാറി. അഷ്ടമവ്യാഴാണ്. അഷ്ടമേ ഹരദോബാലി എന്ന് പറയുന്നൊരു യോഗമാണിപ്പം. അതായത് നമ്മൾ മനസ്സറിയാത്ത രീതിയിലുള്ള കാര്യങ്ങളുടേതായിരിക്കുന്ന തടസ്സങ്ങൾ അനുഭവപ്പെടുന്ന ഒരു സമയമാണ്. എങ്കിലും 7ാം ഭാവത്തിൽ പഞ്ചമഹാപുരുഷത്തിലെ മാളവ്യ യോഗം ചെയ്തിട്ട് ശുക്രൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ഭൗതികമായിരിക്കുന്ന സുഖങ്ങളും അനുഭവിക്കാനായിട്ട് സാധിക്കുന്ന ഒരു സമയമാണെങ്കിൽ പോലും ദൈവാധീനക്കുറവിൻ്റേതായിരിക്കുന്ന കുറച്ച് പ്രശ്നങ്ങൾ അനുഭവത്തിൽ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ദൈവാധീനക്കുറവുള്ള കാരണം പ്രതീക്ഷിക്കാത്ത തടസ്സങ്ങളൊക്കെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു മാസമാണ്. അപ്പോൾ അത് കാരണം പ്രത്യേകം ശ്രദ്ധിക്കണം. വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസൂക്താർച്ചന മുതലായിട്ടുള്ള വഴിപാടുകളൊക്കെ ചെയ്യുകയും ഓം നമോ നാരായണായ എന്നുള്ള അഷ്ടാക്ഷരിയൊക്കെ ജപിക്കുകയും ചെയ്തിട്ട് ദൈവാധീനം വർദ്ധിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഭാഗ്യസ്ഥാനത്ത് നിപുണായോഗം ചെയ്തിട്ട് ആദിത്യനും ബുധനും നിൽക്കുന്നുണ്ട്. നല്ല ഭാഗ്യങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും. കാരണം ഭാഗ്യസ്ഥാനത്ത് കർമാധിപതിയാണ് നിൽക്കുന്നത്. അപ്പോൾ തൊഴിലിൽ നല്ല ഉയർച്ചയും സ്ഥാനക്കയറ്റവും ഒക്കെ കിട്ടാനായിട്ട് യോഗമുള്ള സമയമാണ്. പ്രത്യേകിച്ചും നിപുണായോഗം ചെയ്ത് നിൽക്കുന്ന ബുധനായത് കാരണം കൊണ്ട് ബിസിനസ് മേഖലയിൽ പ്രവൃത്തിയെടുക്കുന്നവർക്കൊക്കെ അനുകൂലമായിരിക്കുന്ന നല്ല ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഏജൻസി വർക്ക് ചെയ്യുന്നവർക്കൊക്കെ നല്ല രീതിയിലുള്ള ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുണ്ട്. എന്നാലും കർമ്മസ്ഥാനത്ത് നിൽക്കുന്നത് ചന്ദ്രലഗ്നാധിപതിയായിരിക്കുന്ന ചൊവ്വയാണ്. പക്ഷേ ഘടനകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്നതുകൊണ്ട് സാങ്കേതികമായിരിക്കുന്ന തടസ്സങ്ങൾ തൊഴിൽ മേഖലയിൽ ഇടയ്ക്കിടയ്ക്ക് അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. അത് കാരണം കൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുകയും നവഗ്രഹ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ രാഹുപൂജയും കേതു പൂജയും ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യണം. ഇതുകൂടാതെ പ്രധാനമായിട്ടുള്ളൊരു ദോഷം എന്ന് പറയുന്നത് 5ാം ഭാവത്തിലാണ് അലസപ്രേഷ്യ നിര്യാണകാരകനായിരിക്കുന്ന ശനി നിൽക്കുന്നത്. അപ്പോൾ കണ്ടകശനി മാറി എന്ന് പറയുന്ന ഒരു ഗുണമുണ്ട്. എന്നാൽ പോലും മാനസികമായിട്ട് കുറച്ച് നിരാശ, അലസത എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ അനുഭവപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. അതെന്ന് വെച്ചാൽ നമുക്ക് ഒരു ശുഭാപ്തി വിശ്വാസക്കുറവ് പോലെയുള്ള കാര്യങ്ങൾ ഭാവിയിലേക്ക് ചിന്തിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു അവസ്ഥ. അതുകൊണ്ട് തന്നെ ശനിദോഷ പരിഹാരമായിട്ട് അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യണം. മാത്രമല്ല പോസിറ്റീവായിട്ട് ഭാവിയിലേക്ക് നല്ല രീതിയിലുള്ള ഗുണങ്ങൾ ഉണ്ടാകുമെന്നുള്ള ശുഭപ്രതീക്ഷ നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യേണ്ട സമയമാണ്. വീട് വിട്ടു നിൽക്കാൻ യോഗമുള്ള സമയമാണ്. വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ടെൻഷൻ അനുഭവപ്പെടുക, സന്തോഷിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ ഉണ്ടാകുന്നൊരവസ്ഥ കാര്യങ്ങൾ ഉണ്ടാകാനുള്ള യോഗവും ഈ സമയത്ത് ഉണ്ട്. പൊതുവെ അനുകൂലമായിരിക്കുന്ന മറ്റ് ഗ്രഹങ്ങളൊക്കെ ഇഷ്ടസ്ഥാനത്ത് തന്നെയാണ് നിൽക്കുന്ന. നേതൃത്വകാരകനായിരിക്കുന്ന ചൊവ്വ ലഗ്നാധിപത്യം വഹിച്ച് കർമ്മസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് തൊഴിലിൻ്റെ കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കാനും വേണ്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ സാധിക്കും. എന്നാലും അതിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് തടസ്സങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഘടനകാരകനായിരിക്കുന്ന കേതു 10ാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. പക്ഷേ കർമാധിപതി നിൽക്കുന്നത് ഭാഗ്യസ്ഥാനത്തായതുകൊണ്ട് ചെയ്യുന്ന തൊഴിലിനനുസരിച്ചുള്ള ഭാഗ്യം അനുഭവിക്കാനും നേട്ടങ്ങൾ അനുഭവിക്കാനും യോഗമുണ്ട്. പ്രത്യേകിച്ചും അതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് നമ്മൾ അധ്വാനിക്കാതെ തന്നെ ധനം കിട്ടാനുള്ളൊരു യോഗമാണ്. ലഗ്നാൽ 2ാം ഭാവാധിപതിക്ക് 2ാം ഭാവത്തിലേക്ക് ദൃഷ്ടിയുണ്ട് എന്ന് പറയുന്ന ഒരു ഗുണം. അതുകൊണ്ട് തന്നെ പൂർവ്വജന്മ ഗുണം അനുഭവിക്കാൻ യോഗമുള്ള ഒരു സമയം കൂടിയാണ്. എല്ലാ രീതിയിലും അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കുമെങ്കിലും നല്ല രീതിയിലുള്ള പ്രാർത്ഥന, അതുപോലെ തന്നെ ക്ഷേത്ര ദർശനം മുതലായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ സമയം കണ്ടെത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ്. എന്തായാലും അനിഴ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ മാസത്തിൽ ഏറ്റവും നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.